നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. എറണാകുളം ജില്ലാ ക്ഷീര സംഗമത്തിന് ഹലാൽ ഭക്ഷണം നൽകണമെന്ന ആവശ്യം. ടെൻഡർ നോട്ടീസ് പിൻവലിച്ച് ക്ഷീരവികസന വകുപ്പ്. നടപടി ജനം TV വാർത്തയെ തുടർന്ന് ജനം ബിഗ് ഇംപാക്ട്. യാത്രയയപ്പ് പോലും നൽകാതെ അപമാനിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ച് സംസ്ഥാന സർക്കാർ. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മാതൃകാപരം. പുതിയ നിലപാട് സുപ്രീം കോടതിയിൽ. രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിലെ വാദത്തിൽ പ്രശംസ വാർത്തയാക്കി ദേശീയ മാധ്യമങ്ങളും. സംസ്ഥാനത്ത് BJPയുടെ മുന്നേറ്റം തുറന്ന് സമ്മതിച്ച CPI. BJPയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറം. BJPയെ നേരിടാൻ വിശാല ഇടതുപക്ഷ ഐക്യം വേണമെന്നും കരട് രാഷ്ട്രീയ പ്രമേയം. കേരള സർവകലാശാല രജിസ്ട്രാർ തർക്കത്തിൽ ഡോക്ടർ KS അനിൽകുമാറിന് തിരിച്ചടി. സസ്പെൻഷനെതിരായ രജിസ്ട്രാറുടെ ഹർജി തള്ളി ഹൈക്കോടതി. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനും നിർദ്ദേശം. പന്തളം കൊട്ടാരത്തെ അനുനയിപ്പിക്കാൻ ദേവസ്വം ബോർഡ്. കൊട്ടാരത്തിൽ നേരിട്ടെത്തി പ്രസിഡന്റ് PS പ്രശാന്ത്. ഭിന്നതയില്ലെന്ന് ന്യായീകരണം. പണം കണ്ടെത്തുന്നത് സ്പോൺസർഷിപ്പിലൂടെയെന്നും അവകാശവാദം. IS ഭീകരർക്കായി വലവിരിച്ച് കേന്ദ്ര ഏജൻസികളും ഡൽഹി പോലീസും. 8 ഇടങ്ങളിൽ പരിശോധന. 2 ഭീകരർ അറസ്റ്റിൽ. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഒടുവിൽ ധാർഷ്ട്യം വെടിഞ്ഞ് ട്രംപ്. നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് സമൂഹമാധ്യമ പോസ്റ്റ്. തീരുവ വിഷയത്തിൽ ചർച്ച തുടരുമെന്ന് ട്രംപ്. ചർച്ച ഇന്ത്യ-US ബന്ധത്തിന് വൻ സാധ്യതകൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി. നേപ്പാളിൽ പ്രക്ഷോഭം ശക്തം. ജൻ-C പ്രതിനിധികളുമായി ചർച്ച നടത്തി സൈനിക മേധാവി. ജയിലുകൾ ഭേദിച്ച് തടവുകാരെ മോചിപ്പിച്ച സമരക്കാർ. കാഠ്മണ്ഡുവിലടക്കം ജനജീവിതം സ്തംഭിച്ചു. ഭാരതത്തിന്റെ അതിർത്തിയിൽ സുരക്ഷ ശക്തം. അക്രമം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാകാമെന്ന് ശ്രീ രവിശങ്കർ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. അറസ്റ്റ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് ശേഷം. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ്. ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന്. ആതിഥേയരായ UAE നേരിടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 8-ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളം ജില്ലാ ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ഭക്ഷണം നൽകണമെന്ന ടെൻഡർ നോട്ടീസ് പിൻവലിച്ച് ക്ഷീരവികസന വകുപ്പ്. ജനം TV വാർത്തയെ തുടർന്നാണ് മെനു പുനഃക്രമീകരിച്ച് ക്ഷീരസംരക്ഷണ വികസന വകുപ്പ് പുതിയ ടെൻഡർ വിളിച്ചത്. ജില്ലാ ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ചിക്കൻ ബിരിയാണിയും ചിക്കൻ 65ഉം വേണമെന്ന ടെൻഡർ നോട്ടീസ് ചട്ടവിരുദ്ധമെന്ന് ജനം TVയാണ് ചൂണ്ടിക്കാട്ടിയത്. ഒക്ടോബർ 3-4 തീയതികളിൽ എറണാകുളം ജില്ലയിൽ നടക്കുന്ന ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ചിക്കൻ ബിരിയാണി വേണമെന്നായിരുന്നു ടെൻഡർ നോട്ടീസ്. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സഫീന ഇറക്കിയ ടെൻഡർ നോട്ടീസ് ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെ പിൻവലിച്ചു. ജില്ലാ ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ഭക്ഷണം നൽകണമെന്ന ടെൻഡർ നോട്ടീസാണ് പിൻവലിച്ച് ക്ഷീരവികസന വകുപ്പ് പുതിയ ടെൻഡർ നോട്ടീസ് പുറത്തിറക്കിയത്.
സർക്കാർ ഉത്തരവുകളിലോ ടെൻഡറുകളിലോ മതപരമായ വാക്കുകൾ പാടില്ലെന്ന ചട്ടം നിലനിൽക്കെയാണ് വിവാദ ടെൻഡർ എറണാകുളം ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സഫീന പുറത്തിറക്കിയത്. പോഞ്ഞാശ്ശേരിയിൽ നടക്കുന്ന പരിപാടിക്കായി ഈ മാസം 19 വരെ ടെൻഡർ നൽകണമെന്നായിരുന്നു ഉത്തരവ്. അന്നേ ദിവസം 2 മണിയോടെ നടപടികൾ പൂർത്തിയാക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെ നോട്ടീസ് പിൻവലിച്ച് മുഖം രക്ഷിക്കാനുള്ള സമീപനമാണ് ജില്ലാ ക്ഷീരവികസന വകുപ്പ് നടത്തിയത്. വി വിനീഷ്, ജനം, തിരുവനന്തപുരം. സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചക പദം ഉപയോഗിക്കണമെന്ന് സർക്കുലർ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങൾക്ക് നൽകുന്ന മറുപടി കത്തുകളിൽ ബഹുമാന പദം ഉപയോഗിക്കണം എന്നാണ് സർക്കുലർ. കത്തിടപാടുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി തുടങ്ങിയവ രേഖപ്പെടുത്തണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് മാർഗനിർദ്ദേശം നൽകിയത്. എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, പല തരത്തിലുള്ള കത്തിടപാടുകളാണ് സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നത്. ഇപ്പോൾ ബഹുമാന സൂചക പദം നിർബന്ധമായും ഉപയോഗിക്കണം എന്നാണോ ഭരണ പരിഷ്കാര കമ്മീഷൻ സർക്കുലറിൽ പറയുന്നത്? തീർച്ചയായും രോഹിണി, അത് തന്നെയാണ്. അതായത് ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ മന്ത്രിമാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഉത്തരവിൽ നിന്ന്, ഈ സർക്കുലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിക്കും വിവിധ മന്ത്രിമാർക്കും അടക്കം പൊതുജനങ്ങൾ സാധാരണഗതിയിൽ നിവേദനങ്ങൾ നൽകാറുണ്ട്, അപേക്ഷകൾ നൽകാറുണ്ട്, പരാതികൾ അറിയിക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനുള്ള നിവേദനങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ എത്തുന്നത്. ആ അയക്കുന്ന പരാതികളിലും നിവേദനങ്ങളിലുമൊക്കെ ബഹുമാനത്തിന്റെ സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നൊക്കെ അഭിസംബോധന ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സർക്കുലറിൽ പറയുന്നത്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇത്തരത്തിലാണ്: പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങളിലും പരാതികളിലും മറുപടി നൽകുന്നത് സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശം നൽകുന്നത്. ഒപ്പം തന്നെ ഈ നിവേദനങ്ങൾ, പരാതികൾ അടക്കമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാറുണ്ട്. അതിനുശേഷം നിവേദനങ്ങൾക്ക് നൽകുന്ന മറുപടി കത്തിൽ ബഹുമാന സൂചകമായി ഈ ഒരു വാക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഔദ്യോഗിക യോഗങ്ങളിൽ ഇത്തരം പ്രയോഗങ്ങൾ പറയാറുണ്ട് എങ്കിൽ പോലും ഔദ്യോഗികമായി നൽകുന്ന പരാതികളിലും നിവേദനങ്ങളിലും ഇത് നിർബന്ധമാക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ചില കത്തിടപാടുകൾ ഇങ്ങനെ എത്താത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് അങ്ങനെ ഒരു അഭിസംബോധന ചെയ്യാതെയുള്ള കത്തുകൾ മുഖ്യമന്ത്രിക്ക് അരികിലേക്കും മന്ത്രിമാരുടെ അരികിലേക്കും ഒക്കെ എത്താറുണ്ട്. അപ്പോൾ അത് മാറ്റി എല്ലാവരും ഒരേ സിസ്റ്റത്തിന് കീഴിൽ വരാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ സർക്കുലറിനെ കാണേണ്ടിയിരിക്കുന്നു. എന്നാലും മറ്റ് തൊഴിലാളി യൂണിയനുകൾ, പൊതുജനങ്ങളൊക്കെ ഇതിനെ ഏത് തരത്തിൽ കാണുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഒരു സാഹചര്യത്തിൽ ബഹുമാനമൊക്കെ പല മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പൊതുജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് അത് ചോദിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിലൊരു സർക്കുലർ ഇപ്പോൾ സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ളത്. രോഹിണി, ശരി, ബഹുമാനം എന്തായാലും പിടിച്ചു വാങ്ങാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സർക്കാർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചക പദം ഉപയോഗിക്കണമെന്നുള്ള നിലവിലെ സർക്കുലർ സൂചിപ്പിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി വിമർശനം. അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിയത് അനുചിതമെന്നും കോടതി ഉത്തരവുകൾക്ക് എതിരെന്നും ദേവസ്വം ബെഞ്ച്. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ ഇളക്കി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് അനുചിതമെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. വിഗ്രഹ അറ്റകുറ്റപ്പണിക്കുൾപ്പെടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയും ദേവസ്വം ബെഞ്ചിന്റെയും മുൻകൂർ അനുമതി നേടണമെന്ന് മുൻ ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഉത്തരവുകൾ ലംഘിച്ചാണ് ദേവസ്വം ബോർഡ് നടപടിയെന്നും ഹൈക്കോടതി വിമർശിച്ചു. ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാളുകൾക്ക് മുന്നേ തന്ത്രി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നതുമാണ്. ആവശ്യത്തിന് സമയം ലഭിച്ചിട്ടും ദേവസ്വം ബോർഡ് മുൻകൂർ അനുമതി വാങ്ങിയില്ലെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. തുടർന്ന് വെള്ളിയാഴ്ചയ്ക്കകം ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് എന്നിവർ വിശദമായ റിപ്പോർട്ട് നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അനുമതിയില്ലാതെ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഗുരുതര വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് ഹൈക്കോടതിയുടെ നടപടി. ജനം, കൊച്ചി.
ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ചെലവ് കണ്ടെത്തുക സ്പോൺസർഷിപ്പിലൂടെയും CSR ഫണ്ട് സ്വീകരിച്ചുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഭക്ത സംഗമത്തോട് ഇടഞ്ഞു നിൽക്കുന്ന പന്തളം കൊട്ടാരത്തെ അനുനയിപ്പിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് എന്തു ഗുണമെന്ന് നേരത്തെ കൊട്ടാരം ചോദിച്ചിരുന്നു. കൊട്ടാരവുമായി യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ലെന്ന് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യം. അതേസമയം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ പറഞ്ഞു. പ്രതീക്ഷണം വരണമല്ലോ. ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. അത് ഇന്നലകളിലും അങ്ങനെയാണ്, ഞങ്ങളുടെ ബോർഡ് വന്നതിന് ശേഷം അങ്ങനെയാണ്. കുറച്ചുകൂടി ഗംഭീരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പാണ് അവർ ബോർഡിലോട്ട് വന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷനും ഇല്ല. ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ്, പന്തളം കൊട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ്. 300 കോടിയാണ് കൊടുത്തത്. ശബരിമലയിൽ ഒരു അഞ്ചിൻ്റെ കാശ് വരുമ്പോൾ എന്താ അവർക്ക് ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ശബരിമലയിൽ ഒരു 5-ന്റെ കാശ് ഒരു ഭക്തൻ ആത്മസമർപ്പണം നടത്തിയാൽ അത് പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം? നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലോ. ശബരിമലയിൽ ഒരു ഭക്തൻ വന്ന് സ്വമേധയാ ഇങ്ങനെ സമർപ്പിക്കുന്നു പറയുമ്പോൾ അതിൽ പറ്റില്ല എന്നെങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിന് പോലും നിലനിൽക്കാൻ പാടില്ലല്ലോ. ഭഗവാന്റെ വികസനമല്ലേ, അവർക്ക് അവകാശമുണ്ടല്ലോ, അതിൽ ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ നാണം കെട്ട് പ്രതിപക്ഷം. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ 452 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ 300 വോട്ടുകൾ മാത്രമാണ് INDI മുന്നണി സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിക്ക് നേടാനായത്. മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം MPമാർ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായി വിലയിരുത്തൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും പ്രതിപക്ഷ MPമാർക്ക് പുറമെ അപ്രതീക്ഷിത വോട്ടുകൾ കൂടി B സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കുമെന്നുമായിരുന്നു ഫലപ്രഖ്യാപനത്തിന് മുൻപ് വരെ പ്രതിപക്ഷ നേതാക്കളുടെ അവകാശവാദം. എന്നാൽ ഭരണപക്ഷത്തു നിന്ന് വോട്ടുകൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ മുഴുവൻ വോട്ടും നേടിയെടുക്കാൻ സാധിക്കാതെ നാണം കെട്ട തോൽവിയാണ് പ്രതിപക്ഷത്തിനുണ്ടായത്. 300 വോട്ടുകളാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം 311 സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ 12 വോട്ടുകളും മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസിയുടെ വോട്ടും ചേർത്ത് ആകെ 324 വോട്ട് റെഡ്ഡിക്ക് കിട്ടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമെന്നായിരുന്നു പ്രതിപക്ഷം വിശേഷിപ്പിച്ചതെന്നും അതിൽ ദേശീയതയുടെ പ്രത്യയശാസ്ത്രം വിജയിച്ചതായും CP രാധാകൃഷ്ണൻ പറഞ്ഞു. If India, we have to develop Viksit Bharat by 2047 means we should not do politics in everything. We have to forget, once the election is over, we have to forget the politics and we have to concentrate on the development. I will, in the new capacity, I will try my best for the development of this nation. In democracy, ruling party as well as opposition, both are important. It is the two sides of the same coin. The interest of the democracy will be taken into account. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോഴാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയിലെ മുഴുവൻ വോട്ടുകൾ പോലും സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ദുരവസ്ഥയുണ്ടായത്. NDAയുടെ 427 അംഗങ്ങൾക്ക് പുറമെ പിന്തുണ പ്രഖ്യാപിച്ച YSR കോൺഗ്രസിന്റെ 11 അംഗങ്ങളുടെ വോട്ടും പ്രതിപക്ഷ നിരയിലെ ചിലരുടെ വോട്ടും ചേർത്ത് 452 വോട്ടുകൾ നേടിയാണ് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണന്റെ വിജയം. ജനം, ഡൽഹി. നേപ്പാളിൽ കൂടുതൽ അക്രമാസക്തരായി ജെൻ-Z പ്രക്ഷോഭകർ. ജയിലുകൾ ഭേദിച്ച് 700-ലധികം തടവുകാരെ സമരക്കാർ മോചിപ്പിച്ചു. ഭരണമേറ്റെടുത്ത സൈന്യം രാജ്യത്ത് കർഫ്യൂ തുടരുമെന്നറിയിച്ചു. സംഘർഷം തുടരുന്ന നേപ്പാളിലെ സ്ഥിതിഗതികൾ ഭാരതം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലിയും രാജിവെച്ചതോടെ കലാപം ആളിക്കത്തിയ നേപ്പാളിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. നിയന്ത്രണം സൈന്യം ഏറ്റെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചെങ്കിലും പ്രക്ഷോഭം അവസാനിപ്പിക്കാനായില്ല. ജയിലുകൾ തകർത്ത് 700-ലധികം തടവുകാരെ സമരക്കാർ മോചിപ്പിച്ചു. സുപ്രീം കോടതി, പാർലമെന്റ്, പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികളും ജെൻ-Z പ്രക്ഷോഭക്കാർ തീവച്ച് നശിപ്പിച്ചിരുന്നു. 22-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. രാജ്യത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള കർഫ്യൂ തുടരുമെന്നും നിയമവിരുദ്ധ സംഘടനകൾ സമരക്കാർക്കിടയിൽ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും സൈന്യം അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ സൈന്യത്തിന്റെ പിന്തുണയോടെ നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചേക്കും. പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം സൈന്യം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
കൃത്യമായ പരിശോധനകളോടെ നേപ്പാൾ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി ഭാരതീയരെ തിരിച്ചെത്തിക്കുന്ന നടപടി ആരംഭിച്ചു. കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാരതീയരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി അറസ്റ്റിൽ. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിനു പിന്നാലെയാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കും. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ 2ാം ദിവസത്തെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. പരാതിയിൽ തൃക്കാക്കര പോലീസ് വേടനെതിരെ ജൂലൈ 31-നാണ് കേസെടുത്തത്. 2021 മുതൽ 2023 വരെയുള്ള കാലത്ത് പല സ്ഥലങ്ങളിൽ വെച്ച് വേടൻ ലൈംഗിക ചൂഷണം നടത്തിയെന്നും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നുമായിരുന്നു പരാതി. കേസെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല. ഇതിനിടെ പ്രതിക്ക് ഹൈക്കോടതി കർശന വ്യവസ്ഥകളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. വേടനെതിരെ മറ്റ് 2 ലൈംഗികാതിക്രമ പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ചിരുന്നു. ഇതിൽ ഒരു പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നെങ്കിലും അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ്. പരാതിക്കാരിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടില്ല. ജനം, കൊച്ചി. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോകിനെതിരായ ചീഫ് സെക്രട്ടറി A. ജയതിലകിന്റെ നടപടിയെ വിമർശിച്ച് N. പ്രശാന്ത് IAS. നടപടി ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും നഗ്നമായ ലംഘനം. ചീഫ് സെക്രട്ടറി A. ജയതിലക് പ്രാഥമിക നിയമപരിജ്ഞാനമില്ലാത്ത വ്യക്തിയെന്നും വിമർശനം. പോലീസിന്റെ പേര് കളയുന്ന ജോർജ് സാർമാരും ബ്യൂറോക്രസിയിലെ ജയതിലകന്മാരും തുറന്നു കാട്ടപ്പെടേണ്ടവരെന്നും N. പ്രശാന്ത് വിമർശിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് N. പ്രശാന്തിന്റെ അതിരൂക്ഷ വിമർശനം. ഡോക്ടർ ജയതിലക് എന്ന ജോർജ് സാർ എന്ന തലക്കെട്ടോടെയാണ് N. പ്രശാന്തിന്റെ വിമർശനം ആരംഭിക്കുന്നത്. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോകിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ട്രാൻസ്ഫർ നൽകിയ നടപടിക്കെതിരെയാണ് N. പ്രശാന്ത് IAS രംഗത്തെത്തിയത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകിന്റെ പ്രതികാര ബുദ്ധിയാണ് നടപടിക്ക് പിന്നിലെന്നാണ് N. പ്രശാന്തിന്റെ വിമർശനം. A. ജയതിലകിന് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമിക പരിജ്ഞാനം പോലുമില്ലെന്നും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോട് പുച്ഛമായതിനാലാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയതെന്നും N. പ്രശാന്ത് വിമർശിക്കുന്നു. B. അശോകിന് അനുകൂലമായ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി സംബന്ധിച്ച പത്രവാർത്തകൾ കൂടി ചേർത്തുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ N. പ്രശാന്ത് വിമർശിച്ചത്. പ്രാഥമിക പരിശോധനയിൽ 7ലധികം റോഡുകളുടെ ലംഘനമാണ് സ്ഥലമാറ്റ ഉത്തരവിൽ കാണാൻ കഴിയുന്നത്. അധികാര സ്ഥാനത്തിരിക്കുന്നവരെ മണിയടിച്ച് കാര്യം സാധിക്കുന്നവർക്ക് നിയമവും ചട്ടവും ബാധകമല്ലെന്നും N. പ്രശാന്ത് കുറ്റപ്പെടുത്തുന്നു. A. ജയതിലകിനെ വിമർശിച്ചാൽ N. പ്രശാന്തിന്റെ ഗതിയാകും സംഭവിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥരെ വിരട്ടിയതായും N. പ്രശാന്ത് സൂചിപ്പിക്കുന്നു. A. ജയതിലക് സാഡിസ്റ്റിക് പ്ലഷർ കണ്ടെത്തുന്ന വ്യക്തിയാണെന്നും കയ്യിൽ കിട്ടുന്നവരെ ക്രൂരമർദ്ദനത്തിന് വിധേയരാക്കുന്ന കുട്ടൻപിള്ള പോലീസിൽ നിന്നും തികച്ചും വ്യത്യസ്തനല്ല ചീഫ് സെക്രട്ടറി A. ജയതിലകെന്നും പ്രശാന്ത് വിമർശിക്കുന്നു. 4 പാരഗ്രാഫുള്ള N. പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവനും ചീഫ് സെക്രട്ടറിക്കെതിരായ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ്. ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുന്ന ആളുടെ നിയമലംഘനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ കേരള സമൂഹം ഞെട്ടുമെന്നും A. ജയതിലകിന്റെ നിയമലംഘനങ്ങൾ തുറന്നു കാട്ടപ്പെടേണ്ടതാണെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. സർക്കാരുമായി ഇടഞ്ഞു നിന്ന B. അശോകിനെ കഴിഞ്ഞയാഴ്ചയാണ് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാർ നടപടിക്കെതിരെ B. അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചു. ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. ഇതിനു പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി വിമർശിച്ച് N. പ്രശാന്ത് രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലേക്ക്. വില പവന് 81,040 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,130 രൂപയാണ്. സ്വർണ്ണവിലയിലെ കുതിപ്പ് അനിയന്ത്രിതമായി ഇപ്പോഴും തുടരുന്നു. പവന് 160 രൂപ കൂടി 81,040 രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. 10,130 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണവില 80,000 കടന്നത്. ഏതാണ്ട് 2 ആഴ്ചയിലധികമായി സ്വർണ്ണവിലയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ മാത്രം പവന് 1000 രൂപ വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ മാസം 8-ന് 75,760 രൂപയായിരുന്നു സ്വർണ്ണവില. പിന്നീട് 20-ാം തീയതി വരെയുള്ള കാലയളവിൽ 2,300 രൂപ കുറഞ്ഞ ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറുകയായിരുന്നു. അമേരിക്ക 50% തീരുവ ചുമത്തിയത് അടക്കമുള്ള ഘടകങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിച്ചു. രാജ്യാന്തര വിപണിയിലെ വ്യതിയാനമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഇതോടൊപ്പം സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ കാണുന്നതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായി. കേരളത്തിൽ വിവാഹ സീസൺ തുടരുന്നതിനാൽ സ്വർണ്ണവിലയിലെ വർധനവ് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ജനം, കൊച്ചി.
സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് പുതിയ വിദേശ വിപണി സജീവമാകുന്നു. കയറ്റുമതിക്ക് 102 ഇന്ത്യൻ കമ്പനികളെ കൂടി യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചു. യുഎസിന്റെ തീരുവ നടപടികൾക്കിടയിലാണ് ഈ മുന്നേറ്റം. സമുദ്രോത്പാദന കയറ്റുമതിയിൽ പുതിയ കുതിപ്പിനൊരുങ്ങുകയാണ് ഭാരതം. 102 കമ്പനികൾ കൂടി അംഗീകരിച്ചതോടെ ആകെ 604 ഇന്ത്യൻ കമ്പനികളാണ് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള സമുദ്രോത്പാദന കയറ്റുമതി 20% വർദ്ധിപ്പിക്കാൻ ഇത് വഴിവെക്കും. ചെമ്മീൻ കയറ്റുമതി വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് പുതിയ നേട്ടം. അനുമതി ലഭിച്ചതോടെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഭാരതത്തിനാകും. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളുടെ ഫലമായാണ് ഇന്ത്യൻ സ്ഥാപനങ്ങളെ കൂടി അംഗീകൃത പട്ടികയിൽപ്പെടുത്തിയതെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ചെമ്മീൻ, കണവ, നീരാളി തുടങ്ങിയ സമുദ്രോത്പന്നങ്ങളുടെ കയറ്റുമതിക്ക് യൂറോപ്യൻ യൂണിയൻ പ്രയോജനപ്രദമാകുമെന്നാണ് കണക്കുകൂട്ടൽ. അമേരിക്കയുടെ താരിഫ് നീക്കങ്ങൾക്കിടയിലാണ് യൂറോപ്യൻ യൂണിയന്റെ അംഗീകാരമെന്നത് ആഭ്യന്തര ഉത്പാദകർക്ക് ഗുണം ചെയ്യും. ബിസിനസ് ഡെസ്ക്, ജനം. മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്ക് എന്ന് പരാതി. അടിമാലിയിലെ ARD 117 എന്ന റേഷൻ കടയിലാണ് മറിയക്കുട്ടിക്ക് വിലക്ക്. സാധനങ്ങൾ വാങ്ങാനെത്തിയ മറിയക്കുട്ടിയോട് BJP-കാരുടെ കടയിൽ പോകാൻ ജീവനക്കാർ പറഞ്ഞു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും സപ്ലൈ ഓഫീസർക്കും മറിയക്കുട്ടി പരാതി നൽകി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിമാലിയിൽ ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ച ആളാണ് മറിയക്കുട്ടി. അതേസമയം ആരോപണം റേഷൻ കട ജീവനക്കാരൻ ജിൻസ് ജോസഫ് നിഷേധിച്ചു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ്, ഇവിടെ മേലെ വരരുത്, നിങ്ങൾക്ക് പറ്റിയ കട ആയിരേക്കറി ശ്രീനിയുടെ കടയുണ്ട് BJP, അവിടെ പോയി മേടിച്ചോളണം, ഇവിടെ മേലെ വരരുത്, നിങ്ങൾക്ക് വീട് പണിത് തന്നില്ല കോൺഗ്രസ്, മണ്ണെണ്ണ വരികയല്ല, അത് BJP-യുടെ കടയിൽ പോകാം, തരികയല്ല, ഒരു കടക്കാരും തരികയല്ല, മണ്ണ BJP-കാരുടെ കടയിൽ പോകാനാ പറഞ്ഞേ. പിന്നെ കോൺഗ്രസിന്റെ നല്ല വിഷ്ണു എനിക്ക്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ നിന്ന് ഉണ്ടായ ഒരു മറുപടി BJP-കാരുടെ കടയിൽ പോയി വാങ്ങിക്കൊള്ളൂ എന്നായിരുന്നല്ലോ. എന്തായിരുന്നു സംഭവം? തലേന്നാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് മറിയക്കുട്ടി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറിയക്കുട്ടി പറയുന്ന സംഭവം ഇങ്ങനെയാണ്. അതായത് 4-ാം തീയതി ഇത്തരത്തിൽ ഈ ഒരു റേഷൻ കടയിൽ അടിമാലിക്ക് അടുത്തുള്ള ARD 117 എന്ന് പറയുന്ന റേഷൻ കടയിൽ സാധനം മേടിക്കാൻ എത്തിയതാണ്. ഈ സമയത്താണ് ഈ റേഷൻ കട ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് അപമര്യാദ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ സാധനം വാങ്ങാൻ എത്തിയപ്പോൾ മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ നിന്ന് സാധനം കൊടുക്കില്ല എന്ന് കടയിലെ ജീവനക്കാരൻ പറഞ്ഞു എന്നുള്ളതാണ് മറിയക്കുട്ടിയുടെ പരാതി. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് വിട്ട് മറിയക്കുട്ടി BJP അംഗത്വം സ്വീകരിച്ചത്. ഇതിൽ വലിയ രീതിയിലുള്ള ഭീഷണി മറിയക്കുട്ടി നേരിടുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ച എന്നോളമാണ് നിലവിൽ ഇപ്പോൾ ഇവർക്ക് നാട്ടിലാകെ ഈ ഒരു കോൺഗ്രസ് നേതാക്കളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നോ അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നോ ഒരു ഇത്തരത്തിൽ വിലക്കുകൾ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ സാധനം വാങ്ങാൻ ഈ ഒരു കടയിൽ ചെന്നപ്പോൾ BJP-കാരുടെ കടയിൽ പോയി വാങ്ങിക്കോളൂ, തൊട്ടടുത്ത് BJP പ്രവർത്തകർ നടത്തുന്ന റേഷൻ കടയുണ്ട്, അവിടെ പോയി സാധനം വാങ്ങിച്ചുകൊള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ജീവനക്കാരൻ നൽകിയത്. ഇനി ഈ കടയിലേക്ക് സാധനം വാങ്ങാനായി വരണ്ട എന്നും ഈ ജീവനക്കാരൻ പറഞ്ഞു എന്നുള്ളതാണ് മറിയക്കുട്ടിയുടെ പരാതി. ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ പരാതിയുമായി മറിയക്കുട്ടി രംഗത്തെത്തുകയും ജില്ലാ കളക്ടറെയും അതുപോലെ തന്നെ സപ്ലൈ ഓഫീസർക്കും പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കടയുടമയും അതുപോലെ തന്നെ ജീവനക്കാരനും ഈ ആരോപണം നിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ BJP-കാരുടെ കടയിൽ പോകാൻ പറഞ്ഞിട്ടില്ല. മറിയക്കുട്ടി എത്തിയപ്പോൾ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം നിൽക്കേണ്ടതില്ല എന്ന് കണ്ടുകൊണ്ടാണ് പോയിട്ട് പിന്നെ വരൂ എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ അതിനുള്ളിൽ മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഇതിൽ രാഷ്ട്രീയം കലർത്തിയിട്ടുള്ള സംഭാഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ജിൻസ് ജോസഫ് എന്ന മറിയക്കുട്ടിയുടെ പരാതി പ്രകാരം ഒരു തികഞ്ഞ ഒരു അവഗണനയും അതോടൊപ്പം തന്നെ ഒരു അധിക്ഷേപവും അവിടെ തനിക്ക് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് മറിയക്കുട്ടിയുടെ പരാതി. കൃത്യമായ ഒരു നടപടി ഈ റേഷൻ കടയ്ക്കും ജീവനക്കാരനുമെതിരെ വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലയിൽ ഭീകരവാദം ശക്തിപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമമെന്ന് BJP. മാടായിപ്പാറയിൽ തിരുവോണ ദിവസം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയത് ഞെട്ടിക്കുന്ന സംഭവമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ പറഞ്ഞു. മാടായിപ്പാറയെ തകർക്കാൻ ജിഹാദികൾ നടത്തിയ നീക്കമാണിത്. വാദി ഹുദ സ്കൂൾ ദേവസ്വം ഭൂമി കയ്യേറിയാണ് പ്രവർത്തിക്കുന്നത്. ആ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി വേണം. സ്കൂളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വിനോദ് കുമാർ പറഞ്ഞു. തിരുവർക്കാട്ട് ദേവസ്വത്തിൻ്റെയും മാടായി വടുകുന്ത ക്ഷേത്രത്തിൻ്റെയും അധീനതയിലുള്ള മാടായി പാറയിൽ തിരുവോണ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വനിതകൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സംഭവം
മനുഷ്യ മനസാക്ഷിയെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. പലസ്തീൻ അനുകൂല അല്ലെങ്കിൽ ഐക്യദാർഢ്യ പ്രകടനം എന്ന പേരിൽ പലസ്തീൻ്റെ പതാക പിടിച്ചിരിക്കുന്നു. പലസ്തീൻകാരുടെ വേഷവിധാനത്തോടു കൂടിയാണ് പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൂടി അവിടെ ഉയർത്തപ്പെടുകയുണ്ടായി. ആ മാടായിപ്പാറയിൽ തകർക്കാൻ വേണ്ടി ജിഹാദികൾ നടത്തിയ നീക്കമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. അവർ ഉയർത്തിയ ബാനർ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉയർത്തിയ ബാനർ. വാസ്തവത്തിൽ ഇതാ ജിഹാദ് എന്ന ബാനർ പിടിച്ചുകൊണ്ടാണ് അവർ അന്ന് പ്രകടനം നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ കണ്ണൂർ ജില്ലയിൽ വീണ്ടും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ തെളിവാണ് ഇത്. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും എതിരെ 100% അധിക താരിഫ് ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ഡൊണാൾഡ് ട്രംപ്. റഷ്യക്കെതിരായ സാമ്പത്തിക നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ നിർദ്ദേശം. യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചയിലാണ് ട്രംപ് പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരതവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നുള്ള രീതിയിൽ ട്രംപ് നിലപാട് പറയുന്നു, ട്രംപ് അയയുന്നു എന്നുള്ളൊരു ധ്വനി നടത്തുന്നു. അതിനുശേഷം യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവർ ഭാരതത്തിനും ചൈനയ്ക്കും എതിരെ 100% താരിഫ് ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ട്രംപ് ആവശ്യപ്പെടുന്നു. എന്താണ് ട്രംപിന്റെ ഈ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? രോഹിണി, ഈ അടുത്ത ദിവസമാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കുള്ള താരിഫ്, അതായത് നേരത്തെ ചുമത്തിയിരുന്ന താരിഫിൽ നിന്നും 15% താരിഫാക്കി ചുരുക്കുകയും അത് കുറേ കൂടി ലളിതമാക്കുകയും ചെയ്യുന്നതിനുള്ള നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയുമായുള്ള ചർച്ചയിലാണ് അത്തരമൊരു തീരുമാനമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി യൂറോപ്യൻ യൂണിയൻ ചർച്ചകൾ ആരംഭിക്കുകയും യൂറോപ്യൻ യൂണിയൻ്റെ അധ്യക്ഷയും യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ അധ്യക്ഷനും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് നിരവധിയായ ധാരണകൾ ഉണ്ടാകുന്നതിനും ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതുപോലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഉൾപ്പെടെ കാര്യക്ഷമമായ ഇടപെടൽ ഭാരത യൂറോപ്യൻ എക്സ്പോർട്ട് രംഗത്ത് ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ തുറക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഭാരതത്തിനും ചൈനയ്ക്കും അധിക താരിഫ് ഏർപ്പെടുത്തണം, അതായത് 100% അധിക താരിഫ് ഏർപ്പെടുത്തണമെന്നൊരാവശ്യം യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരുടെയും അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെയും ചർച്ചയിൽ, അതായത് താരിഫ് സംബന്ധിച്ച തുടർ ചർച്ചകളിലെല്ലാം തന്നെ നടക്കുന്ന വേളയിൽ ട്രംപ് ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. 100% അധിക താരിഫ് ചൈനയ്ക്കും ഭാരതത്തിനുമെതിരെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ചുമത്തുകയും സ്വാഭാവികമായും അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു സാഹചര്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് നിയന്ത്രിക്കുകയും ചെയ്യണമെന്നൊരു നിലപാടിൻ്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ അതൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് അത്തരമൊരു കമൻ്റ് ഉണ്ടായത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ താല്പര്യമുണ്ടെന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുവെന്ന നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അതിനെ അനുകൂലിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. അത് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറാണ് എന്ന നിലപാട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമത്തിലെ കുറിപ്പ് ഉൾപ്പെടെ ട്രംപ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിലാണ് ഇത്തരമൊരു സംഭവവികാസം, അതായത് യൂറോപ്യൻ യൂണിയനോട് അധിക താരിഫ് ഭാരതത്തിനും ചൈനയ്ക്കുമെതിരെ ചുമത്തണം, അത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിയന്ത്രിക്കാനും സ്വാഭാവികമായും യുക്രൈൻ യുദ്ധത്തിൽ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിന് റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനും സാധ്യമാകുമെന്നൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും പല നിലപാടുകളിലായി വളരെ സങ്കീർണമായൊരു സാഹചര്യമായി ഭാരത അമേരിക്ക ബന്ധം മാറിപ്പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ തുടരുക. നമുക്ക് നേപ്പാളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. നേപ്പാളിലെ സംഭവങ്ങളിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാകാമെന്ന് ശ്രീ രവിശങ്കർ. ഇത്തരം സംഭവങ്ങളിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാകുന്ന പതിവുണ്ട്, വിദേശ ഇടപെടൽ സാധ്യമാകുന്ന രംഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. वहाँ पर मैं लगातार उनके संपर्क में हूँ. युवाओं में फ्रस्ट्रेशन बढ़ता चला गया ताकि युवाओं को कोई प्रवेश नहीं दे रहे थे, ये एक बात है. पर जब भी कोई आंदोलन हो जाता है असामाजिक तत्व उसमें घुस जाते हैं और लगता भी है इसमें कोई और अंतर्राष्ट्रीय षड्यंत्र भी हो सकता है. ഐസൺ ചേരുന്നു. ഐസൺ, നേപ്പാളിലെ സംഭവങ്ങളിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാകാം എന്ന് ശ്രീ രവിശങ്കർ അഭിപ്രായപ്പെടുകയാണ്. എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്?
രോഹിണി, തീർച്ചയായും നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ 2-3 ദിവസത്തിനകം വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭമായി നേപ്പാളിലെ വിഷയങ്ങൾ മാറുകയും അത് ജൻസി എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തതിലെ തന്നെ ഒരു ദുരൂഹത പോലുള്ളൊരു സ്വഭാവമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തീർച്ചയായും അവിടെയുള്ള യുവാക്കളുടെ പ്രശ്നം, യുവാക്കളുടെ ഒരു നിരാശാജനകമായ ഒരു സാഹചര്യം അവിടെയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഇത്തരമൊരു പൊട്ടിപ്പുറപ്പെടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചില അന്താരാഷ്ട്ര ഇടപെടലുകളുടെയും അതുപോലെ തന്നെ ഭീകര സ്വഭാവമുള്ള, അതായത് പാർലമെൻറ്റേതര എന്ന കൃത്യമായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള മനുഷ്യത്വഹീനമായ ചില ഇടപെടലുകളുടെ സാധ്യതകൾ അതിന് പിന്നിലുണ്ടായേക്കാമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം പറയുന്നത് ഈ നേപ്പാളിൽ നടന്നിരിക്കുന്ന സംഭവവികാസങ്ങളെല്ലാം തന്നെ നേപ്പാളിലെ ഒരു സ്വാഭാവികമായ പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര പ്രക്ഷോഭമായോ ഉയർന്നു വന്നതല്ല. ചില അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ അതിന് പിന്നിലുണ്ടാകാം. അത് ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത അദ്ദേഹം നൽകിയിട്ടില്ല എങ്കിൽ കൂടി കൃത്യമായ ഒരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നൊരു സംശയം അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അതിനെ ഉപോത്പദമായ എന്തെങ്കിലും തെളിവുകൾ സംബന്ധിച്ചുള്ള ഒരു സൂചന അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലുക്കോർണിയുവിനെ നിയമിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രോസോ ബെയ്റു രാജിവെച്ച ഒഴിവിലാണ് പുതിയ നിയമനം. 2026 ബജറ്റ് തയ്യാറാക്കുക എന്ന വലിയ ദൗത്യമാണ് പുതിയ പ്രധാനമന്ത്രിക്കുള്ളത്. അസം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 13-ന് മോദി അസമിലെത്തും. 18,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് തുടക്കമിടുക. ഭാരതരത്ന ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടിയിൽ മോദി പങ്കെടുക്കും. ദരംഗ് മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലം എന്നിവയ്ക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. യാത്രയയപ്പ് പോലും നൽകാതെ അപമാനിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ച് സംസ്ഥാന സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് മാതൃകാപരമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്ന സമയത്ത് മന്ത്രിമാരുമായി ചർച്ച നടത്തിയത് സർക്കാർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിലെ വാദത്തിലാണ് സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച വിധിയിൽ രാഷ്ട്രപതി നൽകിയ റഫറൻസുമായി ബന്ധപ്പെട്ട വാദം നടക്കവെയാണ് നിലവിൽ ബീഹാർ ഗവർണറും കേരള മുൻ ഗവർണറുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ പ്രശംസിച്ചുകൊണ്ട് കേരള സർക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ മുൻപ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. ഇത്തരം നിലപാടുകൾ ഗവർണർമാർ മാതൃകയാക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. മുൻപ് ഗവർണറായിരുന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ നിലപാടുകളെയും എതിർത്ത ഇടതു സർക്കാർ ഇത്തരത്തിലൊരു വാദം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ദേശീയ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഔദ്യോഗിക യാത്രയയപ്പ് പോലും നൽകാതിരുന്ന ഗവർണറുടെ നിലപാടിനെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രശംസിച്ചത്. കേസിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ലെന്നും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു തുടങ്ങിയതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു വാദങ്ങൾ. VC നിയമനം ഉൾപ്പെടെ സർവകലാശാലകളിലെ പ്രവർത്തനങ്ങളിലും ബില്ലുകൾ ഒപ്പിടുന്നതിലും സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അധികാരങ്ങൾ കൃത്യമായും ഉപയോഗിക്കുന്ന നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കറും സ്വീകരിക്കുന്നത്. ജനം, ഡൽഹി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാവോയിസ്റ്റുകളുടെ പേരിൽ കത്ത്. കസ്റ്റഡി മർദ്ദനങ്ങളുടെ പശ്ചാത്തലത്തിൽ പണി തീർക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നതാണ് കത്ത്. അതേസമയം രാധാകൃഷ്ണൻ എന്ന ആളാണ് കത്ത് എഴുതിയതെന്ന് പോലീസ് പറഞ്ഞു. മാവോയിസ്റ്റ് സംഘടനയുമായി ഇയാൾക്ക് ബന്ധമില്ലെന്നും പോലീസ് പറഞ്ഞു. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. ിന്റെ പേരിൽ അല്ലെ മാവോയിസ്റ്റ് സംഘടനകളുടെ പേരിൽ ഒരു കത്ത് വന്നത് ഇന്ന് രാവിലെയാണ് ഈ കത്ത് അവിടെ ലഭിച്ചിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ പോലീസിന്റെ മർദ്ദനങ്ങൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്താണ്. അതായത് പോലീസിനെതിരെ ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങളുടെ പശ്ചാത്തലത്തിൽ പണി തീർക്കും, അതായത് ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന അല്ലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നടത്തുന്ന കസ്റ്റഡി മർദ്ദനങ്ങളിൽ ശക്തമായിട്ട് പ്രതികരിക്കും, മാവോയിസ്റ്റിന്റെ പേരിൽ പ്രതികരിക്കും എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള കത്താണ്. ഈ കത്ത് ലഭിച്ചതിനെ തുടർന്ന് പോലീസിന്റെ ഒരു അന്വേഷണമൊക്കെ നടത്തി പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണൻ എന്നയാളാണ്
ഈ കത്ത് എഴുതിയതെന്നാണ് പോലീസിന് കിട്ടിയിട്ടുള്ള ഈ അന്വേഷണത്തിൽ കിട്ടിയിട്ടുള്ള വിവരം. ഇതിനു മുമ്പും വയനാടും ഇത്തരത്തിൽ സമാന നിലയിൽ പുള്ളി കത്ത് എഴുതിയിട്ടുണ്ട്. പോലീസിൽ കേസുള്ള ആളാണ്. എന്തായാലും ഈ കത്തയച്ച് ഈ കത്തുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് സംഘടനകൾക്ക് ബന്ധമില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആർ ഇളങ്കോ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നിരോധിത മാവോയിസ്റ്റ് സംഘടനകളുമായിട്ടൊന്നും ഈ രാധാകൃഷ്ണന് ബന്ധമില്ല. കത്തയച്ച ആൾക്ക് മാനസിക പ്രശ്നം ഉള്ളതായി സംശയമുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് നമുക്ക് സൂചനയുള്ളത്. രാധാകൃഷ്ണൻ സമാന നിലയിൽ തന്നെ മുൻപും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണിച്ച് പോലീസ് കേസുള്ള ആളാണ് കൂടാണ്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് 10 ഉദ്യോഗസ്ഥരെയാണ്. ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യ കേസുകളിൽ ഉൾപ്പെട്ട് പിരിച്ചുവിട്ടവരും ഇതിലുണ്ട്. പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ മറുപടിയിലാണ് ഈ കണക്കുകൾ. നിരവധി കസ്റ്റഡി മർദ്ദന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. സ്ത്രീപീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങളായിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യക്തമായ തെളിവുകളോടെ പുറത്തു വന്നിരുന്നത്. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷവും നിരവധി കസ്റ്റഡി മർദ്ദനങ്ങൾ നടന്നിരുന്നു. ഇതോടൊപ്പം ഗുരുതര സ്വഭാവമുള്ള പല കേസുകളിലും ഉദ്യോഗസ്ഥർ ഉൾപ്പെടുകയും ചെയ്തു. വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരവിറങ്ങിയ CIമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളുള്ളത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ 10ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. അതിൽ 3 ഇൻസ്പെക്ടർ റാങ്കിലുള്ളവരും 7 പേരോളം സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവർമാർ ഉൾപ്പെടെയാണ് സർവീസിൽ നീക്കം ചെയ്തത്. ഇത് പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും, അത് സ്ത്രീപീഡന കേസിലുണ്ട്, അനധികൃതമായിട്ട് സർവീസിൽ ജോലിക്ക് കയറാതിരുന്നതും അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് സർവീസിൽ നീക്കം ചെയ്തത്. എന്നിരുന്നാലും ഈ കൊല്ലത്ത് മാങ്ങാ മോഷണം നടത്തിയതിൻ്റെ പ്രതിയായിട്ടുള്ള പോലീസുകാരെ പിരിച്ച് അല്ലെ സർവീസിൽ നീക്കം ചെയ്തതായിട്ടൊന്നും ഈ രേഖകളിലില്ല. അപ്പോൾ അതും കൂടി വരുമ്പോൾ ഇനിയും കൂടാനാണ് സാധ്യത. ക്രിമിനൽ കേസുകളിൽ പ്രതിയായതും പോലീസ് സേനയിലെ അച്ചടക്കം ലംഘിച്ചതും ചൂണ്ടിക്കാണിച്ചാണ് നടപടി. എന്നാൽ കസ്റ്റഡി മർദ്ദനം, സ്റ്റേഷനിൽ പരാതിക്കാരോട് ഉൾപ്പെടെ മോശം പെരുമാറ്റമടക്കം ആരോപണങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. ഏതാനും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും സംരക്ഷിക്കപ്പെടുകയാണ്. ജനം, കൊച്ചി. കൊല്ലം പത്തനാപുരം KSRTC ഡിപ്പോയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മധ്യവയസ്കന്റെ മക്കൾ പ്രതിഷേധവുമായി രംഗത്ത്. തിരുവനന്തപുരം പാലോട് സ്വദേശി അശോക് കുമാറിനെയാണ് സെപ്റ്റംബർ 1 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവനക്കാരുടെ അശ്രദ്ധ കാരണം ബസ്സിന് അടിയിൽപ്പെട്ട് മരിച്ചതായാണ് ആരോപണം. പത്തനാപുരത്ത് ജോലി ചെയ്തിരുന്ന അശോക് കുമാറിനെ സെപ്റ്റംബർ 1 അർദ്ധരാത്രിയിലാണ് KSRTC ഡിപ്പോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ബസ് കയറി രക്തം വാർന്ന് മരിച്ചതായാണ് ആരോപണം. എന്നാൽ പോലീസ് അന്വേഷണം ഊർജിതമല്ല എന്നതാണ് പരാതി. അച്ഛന്റെ മരണത്തിൽ സത്യാവസ്ഥ അറിയണമെന്നാവശ്യപ്പെട്ടാണ് അശോക് കുമാറിന്റെ മക്കൾ നേരിട്ടെത്തിയത്. പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തി വിവരം തിരക്കിയെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല. പിന്നാലെയാണ് KSRTC ഡിപ്പോയിലെത്തി ATOയെ കാണുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ സംഭവ സ്ഥലത്തെ CCTV പ്രവർത്തനരഹിതമാണെന്നായിരുന്നു മറുപടി. തുടർന്ന് മറ്റൊരു CCTV ക്യാമറയിലെ വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ് കാണിച്ചത്. സത്യാവസ്ഥ അറിയാനായിട്ട് വന്നപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ സാറന്മാർക്കൊന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞു. ഡിപ്പോയിൽ വ്യക്തമല്ല, അവർ കാണിച്ചു തന്ന CCTVയിൽ നമുക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പോൾ വിവരാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു CCTV കാണിച്ചു, അതിലും വ്യക്തമല്ല. എന്താണ് നടന്നതെന്നുള്ള സത്യാവസ്ഥ നമുക്ക് 3 പേർക്കും നമ്മുടെ അമ്മയ്ക്കും അറിയണം. ജീവനക്കാരെ സംരക്ഷിക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത്. ഈ സംഭവം ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്നതിന് തൊട്ട് ഫ്രണ്ടിൽ 3 CCTV ഉണ്ട്. അതിൽ 2 CCTVയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഒരു CCTV, ഈ ഇൻസിഡന്റ് നടന്ന ഫ്രണ്ട് കിട്ടുന്ന ഒരു CCTVയുടെ ദൃശ്യം ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. ഈ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 400 മീറ്റർ ദൂരെ ഇരിക്കുന്ന വിഷ്വലാണ് ഇപ്പോൾ CCTV ആണെന്ന് പറഞ്ഞ് നമുക്ക് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം 1-ാം തീയതി നടന്ന സംഭവത്തിന് 2-ാം തീയതി 11:45 സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന മാസ്റ്റർ മൊഴി കൊടുക്കുമ്പോൾ ആ മൊഴിയിൽ പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന ആള് ഇയാളുടെ തലയിലൂടെ വാഹനം കയറി, അത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. വാഹനം അവിടെ നിർത്തിയിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി ടൗണിലൊക്കെ കറങ്ങിയിട്ട് 1 മണിക്കൂർ വന്നതിന് ശേഷം അദ്ദേഹം ഈ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ട് പോലീസിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറയുന്നത്.
ഇവിടെ 6 ജീവനക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ 6 ജീവനക്കാരും നിശബ്ദമായിരുന്ന രാത്രി 12 മണിക്ക് ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഇതിന്റെ ശബ്ദം കേട്ടില്ല, അവിടെ ഒരു അപകടം നടന്നതായിട്ട് അറിഞ്ഞില്ല. കാരണം ഇവരൊക്കെ അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംശയം. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ പരിശോധനയിൽ നിന്നും പോലീസ് പിന്മാറിയിട്ടുള്ളത്. ഗതാഗത മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് സംഭവം. ഡിപ്പോയിൽ മുൻപും അപകടങ്ങൾ നടന്നിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം. പാതിവില തട്ടിപ്പു കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് തട്ടിപ്പിനിരയായവർ. അന്വേഷണം തുടങ്ങി 8 മാസമായിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലെന്നും മുഖ്യപ്രതി അനന്തകൃഷ്ണന് ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്നും തട്ടിപ്പിനിരയായവർ ആരോപിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് അതത് ജില്ലാ ക്രൈംബ്രാഞ്ചുകൾക്ക് അന്വേഷണം കൈമാറിയിട്ട് 2 മാസമാകുമ്പോഴും കേസിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. പല സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലാണ് തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ മുഴുവൻ വ്യാപ്തിയും ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. അന്വേഷണം മെല്ലെയാക്കി മുഖ്യപ്രതി അനന്തകൃഷ്ണന് മുഴുവൻ കേസുകളിലും ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്ന് തട്ടിപ്പിനിരയായവർ ആരോപിക്കുന്നു. അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിലവിലെ അന്വേഷണ സംഘവും ബാങ്കും തയ്യാറാകാത്തതിനു പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ട്. 600 കോടി രൂപയുടെ ഇടപാടുകൾ ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയതായി ആദ്യം കേസ് അന്വേഷിച്ച മൂവാറ്റുപുഴയിലെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ പണത്തെക്കുറിച്ച് നിലവിലെ അന്വേഷണ സംഘം മൗനം പാലിക്കുകയാണ്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയതെന്ന അന്വേഷണം തുടങ്ങിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. അനന്തകൃഷ്ണനുമായുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ യാത്രകളിൽ കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകളും കൂടിക്കാഴ്ചകളും നടക്കുന്നതായും ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി. കോടതികളിൽ ഹാജരാക്കാനുള്ള യാത്രകളിലാണ് തട്ടിപ്പിൽ പങ്കാളികളായ രാഷ്ട്രീയ നേതാക്കളടക്കം അനന്തകൃഷ്ണനെ രഹസ്യമായി കാണുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള അനന്തകൃഷ്ണൻ കോടതികളിലേക്കുള്ള യാത്രകളുടെ മറവിൽ പലപ്പോഴും ജയിലിന് പുറത്താണ്. അന്വേഷണം തുടങ്ങി 8 മാസം കഴിഞ്ഞിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം അപൂർവമാണെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ജനം, കൊച്ചി. കോൺഗ്രസ് നേതാവ് സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ച് പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി. കാജ ഹുസൈൻ എന്ന സംവിധായകനാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവായ സുരേന്ദ്രൻ തരൂരിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. താനും ഭാര്യയും ചേർന്ന് എഴുതിയ തിരക്കഥയിൽ സിനിമാ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ പ്രൊഡ്യൂസറായ സുരേന്ദ്രൻ തരൂർ തങ്ങളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി മറ്റൊരാളെ വെച്ച് സിനിമയുടെ ചിത്രീകരണം നടത്തിയെന്നാണ് പരാതി. അതേസമയം സംവിധായകന് മുഴുവൻ പണവും നൽകിയതാണെന്ന് സുരേന്ദ്രൻ തരൂർ പറയുന്നു. സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ എന്ന സിനിമയെ ചൊല്ലിയാണ് കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂരിനെതിരെ പരാതിയുമായി സംവിധായകൻ കാജ ഹുസൈൻ രംഗത്തെത്തിയിരിക്കുന്നത്. കാജ ഹുസൈനും ഭാര്യ മോനിഷയും ചേർന്ന് എഴുതിയതാണ് സിനിമയുടെ തിരക്കഥ. ശേഷം ചിത്രീകരണം ആരംഭിച്ചപ്പോൾ കോ പ്രൊഡ്യൂസറായിരുന്ന കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂർ സിനിമയ്ക്ക് വേണ്ട മുഴുവൻ പണവും താൻ നൽകാമെന്ന് പറയുകയും പിന്നീട് ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ കാജ ഹുസൈനെയും മറ്റ് നിരവധി ടെക്നീഷ്യന്മാരെയും മാറ്റി പുതിയ ആളുകളെ വെച്ച് സിനിമ ചിത്രീകരിച്ചു എന്നാണ് പരാതി. അങ്ങനെ ഇരിക്കെയാണ് രണ്ടാമത്തെ ചിത്രം സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ചിത്രീകരണം തുടങ്ങുന്ന സമയത്ത് സുരേന്ദ്രൻ തരൂർ പരുത്തിപ്പള്ളി സ്വദേശിയാണ്. മുൻ BJP നേതാവും ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൂറുമാറി വന്ന ഒരു നേതാവും കൂടിയാണ് സുരേന്ദ്രൻ തരൂർ. അദ്ദേഹമാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ ബാനറിലുമാണ് ആ സിനിമയുടെ ചിത്രീകരണം പോയിട്ടുള്ളത്. ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി നമ്മുടെ സിനിമയിലേക്ക് കമ്മിറ്റ് ആകുന്നത്. കാജ ഹുസൈൻ്റെ തിരക്കഥ ഉപയോഗിച്ചതിന് പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും പണം നൽകിയില്ലെന്നും ഒരു റൂമിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച് മുദ്രപത്രങ്ങളിലും മറ്റും ഒപ്പിടിയിപ്പിച്ചതായും കാജ ഹുസൈൻ പറയുന്നു. അതുവരെ ഉണ്ടായ എല്ലാ ചെലവും തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി നമ്മുടെ സിനിമയിൽ പ്രൊഡ്യൂസിങ് ഏറ്റെടുത്തിട്ടുള്ളത്. നിലവിൽ 16 ദിവസം ചിത്രീകരണം തുടങ്ങിയപ്പോൾ എൻ്റെ ഡയറക്ഷനിൽ പോയ അതേ സബ്ജക്റ്റ് എന്നെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് തരാനുള്ള ഒരു പണവും അതിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ഒന്നും തരാതെ എന്നെ അവരെ സംഘം ചേർന്ന് ഒരു റൂമിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി അതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. സുരേന്ദ്രൻ തരൂരിന് പുറമെ SDPI പ്രവർത്തകനായ ഹുസൈൻ ഇക്കു ഉൾപ്പെടെ നിരവധി പേർ തൻ്റെ തിരക്കഥ മോഷ്ടിച്ചതിന് പിന്നിൽ ഉണ്ടെന്നും
KPCC പ്രസിഡന്റിനുൾപ്പെടെ നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം സംവിധായകനും ടെക്നീഷ്യന്മാർക്കുമെല്ലാം മുഴുവൻ തുകയും നൽകിയതാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. ജനം, പാലക്കാട്. ഉരു നിർമ്മാണത്തിൽ തന്റേതായ കണ്ടുപിടുത്തങ്ങൾ നടത്തി വ്യത്യസ്തത തേടുകയാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി സദാശിവൻ. നൈപുണ്യ വികസന പദ്ധതിയിലൂടെ ഉരു നിർമ്മിക്കാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും ലഭിച്ചാൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭമായി ഇതിനെ മാറ്റാൻ കഴിയും എന്നാണ് സദാശിവന്റെ വാദം. ഇതിനായി സർക്കാരുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ചലിക്കുന്ന കരകൗശല നിർമ്മിതിയാണ് ഉരു. ചരക്ക് നീക്കത്തിനും ഗൾഫ് രാജ്യങ്ങളിലെ സമ്പന്നർക്കും വേണ്ടിയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരു നിർമ്മിച്ചു വരുന്നത്. എന്നാൽ കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി സദാശിവൻ മുന്നോട്ട് വയ്ക്കുന്നത് വ്യത്യസ്തമായ ഒരു ആശയമാണ്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് പുഴയിലും കായലിലും കടലിലും ഉല്ലാസയാത്രയ്ക്ക് അനുയോജ്യമായ ചെറു ഉരുക്കൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഈ മേഖലയിൽ വലിയൊരു കുതിപ്പായിരിക്കും ഉണ്ടാക്കുക. എൻ്റെ ഈ കാര്യം പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തുക, അതുപോലെ ഈ കാര്യങ്ങൾ നേരിട്ടിട്ട് പ്രധാനമന്ത്രിയെ അറിയിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു വികസനം, ഇത്രയും വലിയൊരു വ്യവസായം ഇത് ലോകത്തെത്തിക്കുക. മാത്രമല്ല ഇത് 7 വകുപ്പുകളാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ആദ്യം ഇത് തൊഴിലാണ്, മരം കൊണ്ടുവന്നിട്ട് പണിയെടുക്കുന്നു. രണ്ടാമത് അത് വെള്ളത്തിലിറക്കുന്നു, വാട്ടർ ട്രാൻസ്പോർട്ടിങ്. മൂന്നാമത് മത്സ്യബന്ധനത്തിന് പറ്റുന്നത് ഉണ്ടാക്കാൻ പറ്റും. നാലാമത് എന്ന് പറഞ്ഞാൽ തുറമുഖത്തിൻ്റെ അനുവാദം വേണം. 5 എന്ന് പറഞ്ഞ വ്യവസായമാണ്. 6 ടൂറിസമാണ്. 7 ഇതിന് പണം വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിനുള്ള പണം ഇല്ല, സ്ഥലവും ഇല്ല. ഇത് അനുവദിച്ച് തന്നു കഴിഞ്ഞാൽ ഇത് ആരുടെ മുന്നിലാണോ ഈ ടെക്നോളജി, അതായത് എഞ്ചിനീയർ ആണല്ലോ, അവരുടെ മുന്നിൽ ഇത് ബോധ്യപ്പെടുത്തി ഇത് അംഗീകരിക്കുന്നത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ ദുബായ് റാസൽഖൈമയിൽ ഇത് ചെയ്ത് വിജയിച്ചു വന്നതാണ്. മരം, പശ, ആണി, ബോൾട്ട്, മനുഷ്യ അധ്വാനം എന്നിവയാണ് ഒരു ഉരു നിർമ്മാണത്തിന് പ്രധാനമായും വേണ്ടത്. മരത്തിനിടയിൽ പഞ്ഞിവെച്ചുള്ള പരമ്പരാഗത രീതിക്ക് പകരം ആ സ്ഥാനത്ത് സദാശിവൻ ഉപയോഗിക്കുന്നത് കട്ടിയുള്ള പശയാണ്. ഇത് ഉരുവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് അവകാശവാദം. ഉരു നിർമ്മാണ രംഗത്ത് 40 വർഷം പിന്നിട്ട സദാശിവൻ ഈ മേഖലയിൽ വലിയൊരു വൈവിധ്യവൽക്കരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ അതിനു വേണ്ടത് സർക്കാരിൻ്റെ അകമഴിഞ്ഞ പിന്തുണയാണ്. ജനം, കണ്ണൂർ. ആവേശക്കപ്പ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്നിറങ്ങും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആതിഥേയരായ UAE ആണ് എതിരാളികൾ. UAE സമയം വൈകിട്ട് 6:30 മത്സരം ആരംഭിക്കുക. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫി 2025 പിന്നാലെ മറ്റൊരു ക്രിക്കറ്റ് മാമാങ്കത്തിന് UAE വേദിയാകുന്നതിൻ്റെ ആവേശത്തിലാണ് രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് UAE നിഷ്പക്ഷ വേദിയായി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പരിഗണിച്ചത്. ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്നിറങ്ങുകയാണ്. ആതിഥേയരായ UAEയുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ UAE സമയം വൈകിട്ട് 6:30 മുതലാണ് മത്സരം. അതായത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന നിലവിലുള്ള ചാമ്പ്യന്മാരായ ഇന്ത്യ ദുബായിലെ ICC അക്കാദമിയിൽ കഠിനമായ പരിശീലനത്തിലായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഇടം പിടിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സഞ്ജു പ്ലേയിങ് 11-ൽ ഇടം പിടിച്ചാൽ മലയാളികളായ ആരാധകർക്ക് അത് ഇരട്ടി മധുരമാകും. UAE ടീമിൽ ഒരു മലയാളി ഉൾപ്പെടെ 7 ഇന്ത്യക്കാരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അബുദാബി, ദുബായ് എന്നീ വേദികളിലായി ടൂർണമെൻറ്റിലാകെ 19 മത്സരങ്ങളുണ്ട്. ആദ്യമായാണ് ഏഷ്യ കപ്പിൽ 8 ടീമുകൾ കളിക്കുന്നത്. AB എന്നീ 2 ഗ്രൂപ്പുകളിലായി ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE, ഹോങ്കോങ്, ഒമാൻ എന്നീ ടീമുകൾ ഏറ്റുമുട്ടും. 2023 നടന്ന അവസാന എഡിഷനിൽ ഏകദിന ഫോർമാറ്റിലാണ് കളിച്ചതെങ്കിൽ ഇക്കുറി 2020 ഫോർമാറ്റിലാണ് മത്സരം. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ആദ്യ 2 സ്ഥാനക്കാർ സൂപ്പർ 4-ലെത്തും. ലീഗ് അടിസ്ഥാനത്തിൽ നടക്കുന്ന സൂപ്പർ 4-ൽ ആദ്യ 2 സ്ഥാനത്തെത്തുന്നവർ 28-ന് ഫൈനൽ കളിക്കും. അടുത്ത വർഷത്തെ T20 ലോകകപ്പിന് മുന്നോടിയായി ഏഷ്യൻ ടീമുകൾക്ക് പടയൊരുക്കം നടത്താനുള്ള അവസരം കൂടിയാണ് ഏഷ്യ കപ്പ്. അതേസമയം ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാക് മത്സരം സെപ്റ്റംബർ 14-ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. T20 ലോക ചാമ്പ്യൻസ് ട്രോഫി, ഏഷ്യ കപ്പ് എന്നിവയുൾപ്പെടെയുള്ള വമ്പൻ ടൂർണമെൻറ്റുകൾക്ക് UAE ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗിനും നിരവധി തവണ UAE വേദിയായിട്ടുണ്ട്. ലോക ക്രിക്കറ്റിലെ വമ്പൻ ശക്തികൾ മാറ്റിയെടുക്കുന്ന ഏഷ്യ കപ്പ് UAEയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആഘോഷമാകും. നേരത്തെ ഒട്ടേറെ രാജ്യാന്തര ടൂർണമെൻറ്റുകളിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലേക്ക് ക്രിക്കറ്റ് പ്രേമികൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതിന് ഇത്തവണയും മാറ്റമില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം.
ഈ പതിവ് തെറ്റിക്കില്ല എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും ഇന്ത്യൻ ആരാധകരും ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ കളി ഇപ്പോൾ UAE സമയം 6:30 ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. വീണ്ടും റെക്കോർഡിടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേട്ടമെന്ന റെക്കോർഡിനൊപ്പമെത്തി ആരാധകരുടെ CR7. യോഗ്യതാ റൗണ്ടിൽ 40-കാരൻ തന്റെ 39ാം ഗോളാണ് നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഹംഗറിയെ പോർച്ചുഗൽ തോൽപ്പിച്ചപ്പോൾ 3 ഗോളുകളിൽ 1 നേടിയാണ് താരം റെക്കോർഡിനൊപ്പമെത്തിയത്. ഗ്വാട്ടിമാലയുടെ കാർലോസ് റൂയിസിനൊപ്പമാണിപ്പോൾ ക്രിസ്ത്യാനോ. അണ്ടർ 23 ഏഷ്യ കപ്പ് യോഗ്യതാ ടൂർണമെന്റിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഗ്രൂപ്പ് Hൽ എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് ബ്രൂണയെ തോൽപ്പിച്ചത്. മലയാളി താരം ബിപിൻ മോഹന്റെ ഹാട്രിക്കാണ് ഇന്ത്യക്ക് മികച്ച ജയമൊരുക്കിയത്. മുഹമ്മദ് ഐമൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ ആയുഷ് ഛേത്രിയും സ്കോർ ചെയ്തു. ഇന്ത്യ 6 പോയിന്റുമായി ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.